ഒരു രാത്രിയിൽ മക്കയിൽ നിന്നും അക്കാലത്ത് ഒരു മാസം വഴിദൂരമുള്ള ഷാമിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹ വരെയും അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയും അത്ഭുത കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ 2 യാത്രകളിൽ ഒന്നാമത്തേത് ഇസ്രാഇ എന്നും രണ്ടാമത്തേത് മിഅ്റാജ് എന്നും അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ആദരവായിരുന്നു ഇസ്രാഉം മിഅ്റാജും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച് 10 വർഷത്തിന് ശേഷം തൻ്റെ സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബും ഐശ്വര്യവും സമാധാനവുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ദുഃഖവർഷം എന്നാണ് ചരിത്രകാരന്മാർ ഈ വർഷത്തെ വിശേഷിപ്പിച്ചത്. മക്ക ജീവിതത്തിലെ നിർണായക ഘടകമായിരുന്നു ഇത്. ശത്രുക്കളുടെ അതികഠിനമായ പീഡനങ്ങൾക്കിടയിലാണ് വിരഹദുഃഖവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേറേണ്ടി വന്നത്. പ്രസ്ഥാന രക്ഷ ലക്ഷ്യം വെച്ച് ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്തു. അവിടെ മർദ്ദനങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കുകയായിരുന്നു. ദുഃഖത്തിന് മേൽ ദുഃഖവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഹബീബിനെ സ്നേഹിതൻ ആശ്വസിപ്പിക്കുന്നതും ആദരിക്കുന്നതും. ഈ സാന്ത്വനവും ആദരവുമാണ് ഇസ്രാ മിറാജ് സംഭവം. സമാധാനവും ആശ്വാസവും ലഭിക്കുമെന്ന പ്രതീക്ഷയോടു കൂടിയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയെങ്കിലും അവിടെ നിന്നും പ്രയാസത്തിൻ്റെ കയ്പുനീരുകൾ അനുഭവിച്ചു കൊണ്ടാണ് അദ്ദേഹം മടങ്ങി വന്നത്. ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ അനുചരന്മാരുടെ അബിസീനിയയിലേക്കുള്ള യാത്രയും താൻ കൊണ്ടുവന്ന ആദർശത്തെ മക്കയിലുള്ള ആളുകൾ അവഗണിച്ചതും തനിക്കെതിരെ എന്തും ചെയ്യാൻ അവർ ധൈര്യം കാണിച്ചതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങളായിരുന്നു. തിരമാലകൾ പോലെ മേൽക്കുമേൽ കടന്നു വന്ന ഇത്തരം പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു ആശ്വാസമായിരുന്നു ഇസ്രാവും മിഅ്റാജും. ആരൊക്കെ പ്രവാചകനെ അവഗണിച്ചാലും കുറ്റപ്പെടുത്തിയാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു പ്രവാചകനെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയായിരുന്നു മിഅ്റാജ്. ധാരാളം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ ഇസ്രാഈ യാത്ര മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്നും ആകാശ ലോകത്തേക്കുള്ള രാപ്രയാണത്തിന് മിഅ്റാജ് എന്നും പറയുന്നു. ഈ യാത്ര ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത ഒന്നാണ്. അത്ഭുതകരമായ ഈ യാത്രയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായും മാനസികമായും അള്ളാഹു ഒരുക്കിയിരുന്നു. പ്രവാചകത്വത്തിൻ്റെ 11ാം വർഷം റജബ് മാസം 27-ാം രാവ് തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ മകൾ ഉമ്മു ഹാനിൻ്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഏതാനും മലക്കുകൾ വരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസം കിണറിനരികിലേക്ക് കൊണ്ടുപോയി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു കീറി ഉൾഭാഗങ്ങൾ കഴുകി വിജ്ഞാനം നിറച്ചു. നടക്കാനിരിക്കുന്ന യാത്രയുടെ അനുഭവങ്ങൾ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ആത്മീയ പാകത കൈവരുത്താനാകാം ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അബൂ ദർ പറയുമായിരുന്നു, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ മക്കയിലായിരിക്കെ എൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ വിടവുണ്ടാക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ നെഞ്ച് വിടർത്തി. പിന്നീട് സംസം വെള്ളം കൊണ്ട് അതിനെ കഴുകി. പിന്നീട് ഹിക്മത്തും ഈമാനും നിറക്കപ്പെട്ട സ്വർണത്താലുള്ള ഒരു തളിക കൊണ്ടുവന്നു. എന്നിട്ട് അത് എൻ്റെ നെഞ്ചിനകത്തേക്ക് ഒഴിച്ചു. പിന്നീട് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ചേർത്തു. പിന്നീട് അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് 1-ാം ആകാശത്തേക്ക് എന്നെയും കൊണ്ട് കയറി. ജിബ്രീൽ ബുറാക്കുമായി വന്നു. കഴുതയേക്കാൾ വലുപ്പമുള്ളതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ ഒരു മൃഗമാണ് ബുറാക്ക്. അതിൻ്റെ നോട്ടം എവിടേക്കെത്തുന്നുവോ അവിടെയെല്ലാം അതിൻ്റെ കാൽപാദങ്ങളും എത്തും. അതൊരു വാഹനം തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്ര ശാരീരികമായി തന്നെയായിരുന്നു നടന്നത് എന്നതിനുള്ള തെളിവും കൂടിയാണിത്. ബുറാക്കിൻ്റെ രൂപത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. വെളുത്ത ഒരു മൃഗത്തെ എനിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. കോവർ കഴുതയേക്കാൾ ചെറുതും സാധാരണ കഴുതയേക്കാൾ വലുതുമായിരുന്നു ബുറാക്ക്.
മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള പ്രയാണത്തിൽ യാത്രാവാഹനമായ ബുറാക്കിന്റെ കടിഞ്ഞാൻ പിടിച്ചിരുന്നത് മീകായിൽ അലൈഹിസ്സലാം ആണ്. യാത്ര നിയന്ത്രിച്ചിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും. യാത്ര കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഈത്തപ്പനകൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ ഇറങ്ങി നിസ്കരിക്കുക. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയും തിരിച്ച് വാഹനത്തിൽ കയറുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അങ്ങ് നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, താങ്കൾക്ക് ഹിജ്റ പോകാനുള്ള നാടായ ത്വയ്ബയാണ്, അതായത് മദീനയാണ്. മദീനയിലെ സന്ദർശനം കഴിഞ്ഞ് ബുറാക്ക് കാറ്റ് സഞ്ചരിക്കുന്ന വേഗതയിൽ കണ്ണെത്തും ദൂരത്തിൽ തൻ്റെ കാലെടുത്തു വെച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇവിടെ ഇറങ്ങി നിസ്കരിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി നിസ്കരിക്കുകയും തിരിച്ച് വാഹനത്തിൽ കയറുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, താങ്കൾ നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മൂസ നബി അലൈഹിസ്സലാം ഇരുന്നിരുന്ന മദിയനിലെ മരത്തിന്റെ താഴെയാണ് അങ്ങ് നിസ്കരിച്ചത്. മഹാന്മാരുമായി ബന്ധമുള്ള സ്ഥലങ്ങൾക്ക് പവിത്രതയുണ്ടെന്നും അവിടങ്ങൾ സന്ദർശിച്ച് ബറക്കത്തെടുക്കൽ പുണ്യമായ കാര്യമാണെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. മദിയനിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. മറ്റൊരിടത്ത് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇവിടെയും ഇറങ്ങി നിസ്കരിക്കുക. അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വാഹനത്തിൽ കയറി. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എവിടെയാണ് നിസ്കരിച്ചതെന്ന് താങ്കൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറിയില്ല. അള്ളാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച തൂരി സീന പർവ്വതത്തിലാണ് അങ്ങ് നിസ്കരിച്ചത്. ഷാമിലെ കൊട്ടാരങ്ങൾ കാണാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി നിസ്കരിക്കാൻ ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയും ചെയ്തു. പതിവ് പോലെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഈ സ്ഥലം ഏതാണെന്ന് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈസ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ബൈത്തുൽ ലഹമിലാണ് അങ്ങ് നിസ്കരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇസ്രാഇന്റെ രാത്രി ചെമന്ന മണൽക്കുന്നിന്റെ സമീപത്ത് മൂസ നബി അലൈഹിസ്സലാം ഖബറിനുള്ളിൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ ഖബറിൽ ജീവിച്ചിരിക്കുകയാണെന്നും ഖബറിന്റെ അകത്തുള്ള മൂസ നബി അലൈഹിസ്സലാമിനെ പുറത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിക്കുന്നുവെന്നും ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖബറിൽ നിസ്കരിക്കുന്നവരെയും ഖുർആൻ പാരായണം ചെയ്യുന്നവരെയും ഹദീസുകളിലും ചരിത്രങ്ങളിലും കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അന്ന് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടും. അപ്പോൾ സുഹാബികളിൽ ചിലർ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെയാണ് വെളിവാക്കപ്പെടുക? അങ്ങ് മണ്ണോട് അലിഞ്ഞു ചേർന്നിരിക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല ഹറമ അലൽ അർളി അൻ തഅക്കുലു അജ്സാദൽ അംബിയാ. തീർച്ചയായും അള്ളാഹു അമ്പിയാക്കളുടെ ശരീരങ്ങളെ തിന്നുന്നത് ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. സ്വഹാബിമാരിൽ ചിലർ വഫാത്തായതിന് എത്രയോ കാലശേഷം അവരുടെ ഖബർ തുറക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ അവരുടെ ശരീരങ്ങൾ യാതൊരു രൂപവ്യത്യാസവും ഇല്ലാതിരുന്നതായും ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ബുറാക്കിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയായി. ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ ഉണ്ടായിരുന്നു. നബിമാർ തങ്ങളുടെ മൃഗങ്ങളെ കെട്ടുന്ന ഭാഗത്ത് ബുറാക്കിനെ ബന്ധിച്ചു. ശേഷം പള്ളിയിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്നതിനും മറ്റും ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ അംബിയ മുർസലുകളും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അവർക്ക് ഇമാമായി നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിൽക്കുകയുണ്ടായി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു പ്രവാചകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മഹത്തായ ഒരു പദവിയായിരുന്നു. ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പാലും കള്ളും നിറക്കപ്പെട്ട 2 കപ്പ് വയ്ക്കപ്പെട്ടു. അവ രണ്ടിലേക്കും അവിടുന്ന് നോക്കിയിട്ട് പാലെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിലേക്ക് അങ്ങയെ മാർഗദർശനം ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. കള്ളാണ് അങ്ങ് എടുത്തതെങ്കിൽ അങ്ങയുടെ അനുയായികൾ വഴി തെറ്റിയവരാകുമായിരുന്നു.
ഇസ്രാ വേളയിൽ പല അത്ഭുതകരമായ കാഴ്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അതുവരെ കണ്ടിട്ടില്ലാത്ത മസ്ജിദുൽ അഖ്സ കാണുവാനും അവിടെ എത്തി മറ്റുള്ള പ്രവാചകന്മാരോടൊപ്പം നമസ്കരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇസ്രാ നടത്തിയതെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ കൈ പിടിച്ച് ഭൂമിയുടെ അടുത്ത ആകാശത്ത് ചെന്ന് അത് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഓരോ ആകാശത്തിലും എത്തുമ്പോൾ അവിടെയുള്ള കവാടങ്ങൾ തുറക്കാൻ കൽപ്പിക്കപ്പെടുകയും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്തു. പല നബിമാരെയും അവിടെ വെച്ചും തിരുദൂതർ കാണുകയുണ്ടായി. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിൽ ഞാൻ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൻ്റെ കാവൽക്കാരനായ മലക്കിനോട് പറഞ്ഞു, വാതിൽ തുറക്കൂ. അദ്ദേഹം ചോദിച്ചു, ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ജിബ്രീലാണ്. കാവൽക്കാരൻ മലക്ക് ചോദിച്ചു, താങ്കളോടൊപ്പം ആരെങ്കിലും ഉണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉണ്ട്, എൻ്റെ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. മലക്ക് ചോദിച്ചു, അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ ഒന്നാമത്തെ ആകാശത്തേക്ക് കയറി. അപ്പോഴതാ അവിടെ ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് മനുഷ്യരൂപങ്ങളുടെ സംഘങ്ങളുണ്ട്, ഇടതുവശത്തും മനുഷ്യരൂപങ്ങളുടെ സംഘങ്ങളുണ്ട്. വലതുവശത്തേക്ക് അദ്ദേഹം നോക്കുമ്പോൾ ചിരിക്കുന്നു, ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കരയുന്നു. അദ്ദേഹം പറഞ്ഞു, സദൃഢനായ പ്രവാചകനും സദൃഢനായ പുത്രനും സ്വാഗതം. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതാരാണ്? ജിബ്രീൽ പറഞ്ഞു, ഇത് ആദമാണ്. വലതുവശത്തും ഇടതുവശത്തും കാണുന്ന ഈ മനുഷ്യരൂപങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളുടെ ആത്മാക്കളാണ്. അവരിൽ വലതുഭാഗത്തുള്ളവർ സ്വർഗാവകാശികളും ഇടതുഭാഗത്തുള്ളവർ നരകാവകാശികളുമാണ്. വലതുവശത്തേക്ക് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കും, ഇടതുവശത്തേക്ക് നോക്കിയാൽ കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൂട്ടി രണ്ടാം ആകാശത്തേക്ക് കയറി നോക്കാൻ ആവശ്യപ്പെട്ടു. ആരാണത് എന്ന ചോദ്യമുണ്ടായപ്പോൾ ജിബ്രീൽ എന്ന് പറഞ്ഞു. ആരാണ് കൂടെ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നും പറഞ്ഞു. അപ്പോൾ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. എന്നിട്ട് വാതിൽ തുറന്നു. ഞാൻ അകത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ യഹിയ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും ഉണ്ടായിരുന്നു. അവരിരുവരും മാതൃ സഹോദരി പുത്രന്മാരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് നമ്രയായും ഈസായും. അവർക്ക് സലാം പറഞ്ഞാലും. ഞാൻ സലാം പറയുകയും അവർ മടക്കുകയും ചെയ്തു. പിന്നെ അവർ പറഞ്ഞു, ഉത്കൃഷ്ട സഹോദരനായ ഉത്കൃഷ്ട നബിക്ക് സ്വാഗതം. പിന്നെ എന്നെയും കൊണ്ട് ജിബ്രീൽ മൂന്നാം ആകാശത്തേക്ക് കയറി. വാതിൽ തുറക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യമുണ്ടായി, ആരാണ്? ജിബ്രീൽ. ആരാണ് കൂടെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ? അതെ. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ് എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു. ഞാൻ അകത്തെത്തിയപ്പോൾ അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് സലാം പറയൂ. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കിയിട്ട് പറഞ്ഞു, നല്ല നബിയായ നല്ല സഹോദരന് സ്വാഗതം. പിന്നെ ജിബ്രീൽ എന്നെയും കൂട്ടി നാലാം ആകാശത്തേക്ക് കയറുകയും കവാടം തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ എന്ന് പറഞ്ഞു. ആരാണ് കൂടെ എന്ന് ചോദിച്ചു. മുഹമ്മദ് എന്ന് മറുപടി നൽകി. അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുകയും അതെ എന്ന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. കവാടം തുറക്കപ്പെട്ടു. അകത്ത് കടന്നപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം. അകത്ത് കടന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ഇദ്രീസ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് സലാം പറഞ്ഞാലും. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കുകയും ഉത്തമ നബിയായ ഉത്തമ സഹോദരന് സ്വാഗതം എന്ന് പറയുകയും ചെയ്തു. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഞാനുമായി അഞ്ചാം ആകാശത്തേക്ക് കയറി. തുറക്കാൻ ആവശ്യപ്പെട്ടു. ആരാണത് എന്ന് ചോദിക്കുകയും ജിബ്രീൽ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആരാണ് താങ്കളുടെ കൂടെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിലേക്ക് അനുവാദം അയക്കപ്പെട്ടിരുന്നോ? അതെ എന്ന് മറുപടി അപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്.
ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ഹാറൂൻ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് സലാം പറയൂ. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം അടക്കി. ഉത്തമ സഹോദരനായ ഉത്തമ നബിക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൂട്ടി 6-ാം ആകാശത്തേക്ക് കയറുകയും അത് തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആരാണ് എന്ന് ചോദ്യമുണ്ടായി. ജിബ്രീൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് താങ്കളുടെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് എന്നും പറഞ്ഞു. അദ്ദേഹത്തെ കൊള്ളെ അനുവാദം അയക്കപ്പെട്ടിരുന്നോ? അതെ. അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. ഞാൻ അകത്തെത്തിയപ്പോൾ അവിടെ മൂസ നബി അലൈഹിസ്സലാമും ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് മൂസ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് സലാം ചൊല്ലിയാലും. ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം മടക്കി. പിന്നെ ഉത്കൃഷ്ട നബിയായ ഉത്കൃഷ്ട സഹോദരന് സ്വാഗതം എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം കരയുന്നു. ഞാൻ കടന്നു പോയപ്പോൾ അദ്ദേഹം കരഞ്ഞു. താങ്കൾ കരയുന്നത് എന്തിന് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ നിന്ന് ഞാൻ സ്വർഗത്തിൽ കടത്തുന്നതിലേറെ ആളുകൾ എൻ്റെ ശേഷം നിയോഗിതനായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നും സ്വർഗത്തിൽ കടത്തും. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അമ്പിയാക്കളുടെ മനസ്സിലുള്ള കാരുണ്യം മറ്റുള്ളവരുടേതിനേക്കാൾ അധികമാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ഉമ്മത്തിനോടുള്ള കാരുണ്യം നിമിത്തം കരഞ്ഞത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൂട്ടി 7-ാം ആകാശത്തേക്ക് കയറി. കവാടം തുറക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. ചോദ്യമുണ്ടായി, ആരാണത്? ജിബ്രീൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് താങ്കളുടെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിലേക്ക് അനുവാദം അയക്കപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിന് അതെ എന്ന് മറുപടി നൽകി. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. ഞാൻ അകത്ത് കടന്നപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് താങ്കളുടെ പിതാവ്. അദ്ദേഹത്തിന് സലാം ചൊല്ലിയാലോ? അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കിയിട്ട് പറഞ്ഞു, ഉത്തമ നബിയായ ഉത്തമ പുത്രന് സ്വാഗതം. തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെയും കൊണ്ട് പിന്നെയും ആകാശത്തേക്ക് കയറി. അങ്ങനെ ആദം, യൂസുഫ്, ഇദ്രീസ്, യഹ്യ, ഈസ, മൂസ, ഇബ്രാഹിം അലൈഹിസ്സലാം മുതലായവരെയെല്ലാം ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അവിടെ നിന്നും മുകളിലേക്ക് പോയി. അങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറമുള്ള ബൈത്തുൽ മഅമൂറിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും സിദ്റത്തുൽ മുൻതഹായിലേക്ക് ഉയർത്തപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ട് 5 നേരത്തെ നമസ്കാരം ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ചു കൊടുത്തു. നരകവും സ്വർഗവും കണ്ടു. അതിനുശേഷം ആകാശങ്ങളുടെ ഉന്നതികളിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ യാത്രയായി. അവിടെ നിന്നും ബുറാക്കിൽ കയറി മക്കയിലേക്ക് തിരിച്ചു പോന്നു. സുബ്ഹിയുടെ മുമ്പ് തന്നെ മക്കയിൽ എത്തിച്ചേരുകയും ചെയ്തു. മിഅ്റാജ് യാത്രയിലും പല അത്ഭുതകരമായ കാഴ്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇസ്രാ മിഅ്റാജ് സംഭവം ഹദീസുകളിൽ വിശദമായി വന്നിട്ടുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് രാത്രിയിൽ സ്വർഗ കവാടത്തിൽ നിന്നു. അതിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗവും നിർധനരായിരുന്നു. സമ്പന്നർ തടയപ്പെട്ടിരിക്കുകയാണ്. നരകവാസികൾക്ക് നരകത്തിലേക്ക് ഉത്തരവ് ലഭിക്കുന്നു. നരക കവാടത്തിലും ഞാൻ നിന്നു. അതിൽ പ്രവേശിച്ചിട്ടുള്ളത് ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അള്ളാഹു ഈ ഉമ്മത്തിന് ആദ്യമായി നിർബന്ധമാക്കിയത് 50 നേരത്തെ നമസ്കാരമായിരുന്നു. അത് 5 ചുരുക്കപ്പെടുകയും ചെയ്തു. ഇബ്നു ഹസമും അനസ് ഇബ്നു മാലിക്കും പറയുന്നു, ആ സന്ദർഭത്തിൽ എൻ്റെ സമുദായത്തിന് 50 വഖ്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. അതുമായി ഞാൻ മടങ്ങിപ്പോന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാമിൻ്റെ സമീപത്തു കൂടി നടന്നു പോന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ സമുദായത്തിന് എന്ത് കാര്യമാണ് അള്ളാഹു താങ്കൾ മുഖേന നിർബന്ധമാക്കി തന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, 50 വഖ്ത് നിസ്കാരം. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, താങ്കൾ താങ്കളുടെ നാഥനിലേക്ക് തിരിച്ചു പോവുക. താങ്കളുടെ സമുദായത്തിന് അത് നിർവഹിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പകുതി ഒഴിവാക്കി തന്നു. പിന്നെ ഞാൻ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞു, പകുതി ഒഴിവാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. താങ്കളുടെ സമുദായത്തിന് അത് നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു ചെന്നു. അപ്പോഴെനിക്ക് പകുതി ഒഴിവാക്കി തന്നു. അതുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ നാഥനിലേക്ക് തിരിച്ചു പോവുക. താങ്കളുടെ സമുദായത്തിന് അത് നിർവഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു.
അള്ളാഹു പറഞ്ഞു, ഇതാ നമസ്കാരം 5 വക്തായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് 50ന്റെ സ്ഥാനത്താണ്. എൻ്റെ അടുക്കൽ വാക്കുകൾക്ക് മാറ്റപ്പെടുകയില്ല. പിന്നെയും മൂസാ നബിയുടെ അടുത്തേക്ക് ഞാൻ മടങ്ങിച്ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ ലജ്ജ തോന്നുകയാണ്. അത്ഭുതകരമായ കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയിൽ കാണുകയുണ്ടായി. 7 ആകാശങ്ങൾക്കപ്പുറമുള്ള ബൈത്തുൽ മഅ്മൂറിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു തന്നു. 7 ആകാശങ്ങൾക്ക് മീതെ കഅബയുടെ നേരെ മുകളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ ഭവനത്തിൽ ഓരോ നിമിഷത്തിലും പ്രവേശിക്കുന്ന മലക്കുകളുടെ സംഖ്യാധിക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മിഅ്റാജ് യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ശേഷം ബൈത്തുൽ മഅ്മൂറിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഹേ ജിബ്രീൽ, ഇത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ബൈത്തുൽ മഅ്മൂറാണ്. എല്ലാ ദിവസവും 70,000 മലക്കുകൾ അതിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും അവർ പുറത്തു പോയാൽ പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങി വരുന്നതല്ല. ഇത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന അത്ഭുതകരമായ വൃക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. അതിൽ തൂങ്ങിക്കിടക്കുന്ന അതിൻ്റെ ഫലങ്ങൾ വലിയ മൺഭരണി പോലെയും അതിൻ്റെ ഇലകൾ ആനയുടെ ചെവികൾ പോലെയുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ സ്വർഗ നദിയായ അൽ കൗഥറിനെയും പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു. അന്നത്തെ യാത്രയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ കാണുകയുണ്ടായോ? പ്രകാശം. ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ കാണും എന്നായിരുന്നു മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടില്ലെന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹുവിനെ ഈ ലോകത്തിൽ നിന്നും ഒരാൾക്കും കാണാൻ സാധ്യമല്ല. നാളെ സ്വർഗത്തിൽ വെച്ച് മാത്രമാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ സ്വരൂപത്തിൽ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഒന്ന് ആ സന്ദർഭത്തിലായിരുന്നു. ചില ശിക്ഷകളും ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിഅ്റാജ് രാവിൽ ഞാൻ ചെമ്പിൻ്റെ നഖങ്ങളാൽ നെഞ്ചും മുഖവും മാതുന്ന ഒരു കൂട്ടം ആളുകൾക്കരികിലൂടെ കടന്നുപോയി. ഞാൻ ചോദിച്ചു, ജിബ്രീലേ, ആരാണിവർ? അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ മാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തവരാണവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ ഏതാനും സ്ത്രീകളുണ്ട്. അവരിൽ ചിലരെ മാറുകളോട് കൂടിയും ചിലർ കാലുകളോട് കൂടിയും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിനോട് രക്ഷപ്പെടാൻ വേണ്ടി അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവർ വ്യഭിചരിക്കുകയും സ്വന്തം കുട്ടികളെ കൊല്ലുകയും ചെയ്ത സ്ത്രീകളാണ്. ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവരുടെ ശരീരങ്ങളിലുള്ള മാംസങ്ങൾ മുറിച്ചെടുക്കപ്പെടുകയും അതിനെ അവർക്ക് തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവരിൽ ഒരാളോട് പറയപ്പെട്ടു, നീ നിന്റെ സഹോദരൻ്റെ മാംസം ഭക്ഷിച്ചിരുന്നത് പോലെ ഈ മാംസവും തിന്നുക. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ജനങ്ങളെ കുറവായി കാണുന്നവരും കുറ്റം പറയുന്നവരുമാണവർ. യാത്ര കഴിഞ്ഞു. പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചെത്തി. നേരം പുലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ സമീപത്തുള്ള ഹിജറിൽ ഇരുന്ന് യാത്രാ വിവരണം നടത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർക്ക് ഈ സംഭവത്തിലൂടെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാക്കുകയും ചെയ്തു. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു കീറി ഹൃദയം പുറത്തെടുത്ത സംഭവം മുതലുള്ള എല്ലാ കാര്യങ്ങളും അസാധാരണ സംഭവങ്ങളും അത് അംഗീകരിക്കൽ നിർബന്ധവുമാണ്. അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റം വരുത്താതെ അംഗീകരിക്കേണ്ടതും അത് അവൻ്റെ ശക്തി മാഹാത്മ്യത്തിന് വിധേയമാണെന്നും വിശ്വസിക്കേണ്ടതുമാണ്. മിഅ്റാജിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻ നജ്മിൻ്റെ 13 മുതൽ 18 വചനങ്ങളിലാണ് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്.